ഓക്കെ. ഹായ്, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുള്ളേ നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് കഥ പറഞ്ഞിട്ട് പോകണം. ഓക്കെ, കാര്യം അറിയാമല്ലോ എന്താണെന്ന്. അപ്പോൾ അതിനു മുമ്പ് കാണുന്നവർ തുടക്കം കാണുമ്പോഴേ ലൈക്ക് അടിച്ചേക്കണേ. ഞാൻ എപ്പോഴും പറയുന്നില്ല, പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. കമൻറ്റും ലൈക്കുമാണ് നമ്മളുടെ ചാനലിൻ്റെ നിലനിൽപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നെന്താ സംഭവിച്ചേ? ഇന്ന് എൻ്റെ വ്യൂവിനല്ല കുഴപ്പം, ഞാൻ പറഞ്ഞ തുടക്കത്തിലുള്ള വ്യൂ കൈവിട്ടുപോയി ഇല്ലേ. പക്ഷെങ്കിൽ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല എന്താ പറയുക, എനിക്ക് ചാരിതാർത്ഥ്യം ഉണ്ടെന്നാണ് പറയാം. കാരണം ഞാൻ പറഞ്ഞ വ്യൂ അല്ല ശരി എന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ ശിഷ്യഗണങ്ങൾ. ഓക്കെ, അത് ശരിക്കും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്, റൈറ്റ് ട്രാക്കിലാണെന്ന് എനിക്ക് മനസ്സിലായി ഇല്ലേ. ഞാൻ ഈ ട്രേഡ് ഇവിടുന്ന് റിവേഴ്സൽ വരും, ഇവിടുന്ന് റിജക്ഷൻ വരും, പി വരും എന്ന സാധ്യത ഞാൻ പറഞ്ഞപ്പം പലരും എനിക്ക് മെസ്സേജ് അയച്ചു. നമ്മുടെ ശിഷ്യഗണങ്ങൾ പറഞ്ഞു, സാർ ഇവിടെ ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കിട്ടി, അതിനടുത്ത് വീണ്ടും ഒരു ക്യാൻഡിൽ കിട്ടി, അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞ് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എന്നെ കാണിച്ച് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. റിയലി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ എഫർട്ടിനെ. പലരും. ഓക്കെ, അത് ഞാൻ എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം എനിക്ക് പിഴച്ചു. അത് തന്നെ, അങ്ങനെ തന്നെ തുറന്ന് പറയണമല്ലോ, എനിക്ക് പിഴച്ചു. കാരണം ഞാൻ എന്താ പ്രതീക്ഷിച്ചത്, ഇത്രയും 100 പോയിൻറ്റ് നമുക്ക് ഗ്യാപ്പ് ഡൗൺ കിട്ടി ഇവിടെ ഇല്ലേ, പെൻസിലൊന്നും ഇല്ല. 100 പോയിൻറ്റ് നമുക്ക് ഗ്യാപ്പ് ഡൗൺ കിട്ടി. പിന്നെയും അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് ഇത്രയും വന്നു. അപ്പോൾ ഇത്രയും വന്നപ്പം ഞാൻ വിചാരിച്ചത് എന്താണ്, തിരിച്ചൊരു പുൾ ബാക്ക് വന്ന് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ അതിനുപരി മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ രാവിലെ തന്നെ വലിയൊരു ബൈങ് നടത്തി മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. അതായത് താഴോട്ട് മാർക്കറ്റിനെ വിടത്തില്ല, 22,800 താഴോട്ട് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല എന്ന് രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ബയേഴ്സ് അല്ലെങ്കിൽ DIAs ഇവിടെ ആക്റ്റീവായി അവർ മാർക്കറ്റിനെ പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കൊണ്ടുപോയി. ഞാൻ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് അല്ലേ, മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല ഗവൺമെൻറ്, അതിന് DIAസിനെ കൊണ്ട് വാങ്ങിപ്പിക്കും എന്ന് ഞാൻ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം വീക്കിലി അനാലിസിൽ ഞാൻ പറഞ്ഞു, താഴോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല ഒരു കാരണവശാലും. അങ്ങനെ 22,800 താഴെ പോയി ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫർദർ നമ്മൾ ഡൗൺ കാണേണ്ടി വരുമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോയി, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ചു. ഇന്നലെ ഏതോ ഒരു ബിരുദൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അടുത്ത് നിങ്ങളെ PL കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കുന്ന കേട്ടു. എൻ്റെ PL കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ ഈ നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവനവനുണ്ടെന്നുണ്ടെങ്കിൽ 2 കൈ കൊണ്ടും അവനവൻ വാരി തിന്നുക, ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവനവൻ്റെ കൈ അവനവൻ്റെ തലക്കീഴ് വെച്ച് കിടന്നുറങ്ങാതെ മാത്രമേ ഉള്ളൂ. എനിക്കുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഗുണമുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഉള്ളതുകൊണ്ടോ, എൻ്റെ PL കണ്ടുകൊണ്ടോ, എൻ്റെ പ്രോഫിറ്റ് കണ്ടുകൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും 5 കാശിൻ്റെ ഗുണമുണ്ടോ? പിന്നെ കുറേ ആത്മസംതൃപ്തി കിട്ടുമായിരിക്കും ഇല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. ഇപ്പോൾ എനിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഞാൻ എന്തെങ്കിലും തരുമോ നിങ്ങൾക്ക്? ഒന്നും തരത്തില്ല. നിങ്ങൾക്കുണ്ട്, എനിക്ക് എന്തെങ്കിലും നിങ്ങൾ തരുമോ? തരത്തില്ല. അപ്പം ഈ അവനവൻ്റെ ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, വല്ലവൻ്റെയും പറമ്പിലോട്ട് നോക്കാതെ അവനവൻ്റെ പറമ്പിലുള്ള നോക്ക് ഇല്ലേ. അവനവൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ച് അവനവൻ ട്രേഡ് ചെയ്ത് വിജയിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയാണ് നോക്കുന്നത്. അല്ലാതെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി എന്തിനാ ഇങ്ങനെ വെറുതെ വല്ലവൻ്റെയും പാത്രത്തിലോട്ട് ഒളിഞ്ഞു നോക്കുന്നത്? ഓക്കെ, അത് പോട്ടെ, അത് ഞാൻ അത്രയും പറഞ്ഞ് അങ്ങ് വിടുവാതെ. അപ്പോൾ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയതിന് ശേഷം നമ്മളുടെ ഈ ലെവൽ റെസ്പെക്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമെന്നൊന്ന് വിചാരിച്ചില്ലേ. അങ്ങനെ ഒരു സാധ്യത ഇവിടെ കാണിച്ചെങ്കിൽ പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് നല്ലപോലെ ഒരു ബുള്ളിഷ് മൊമെൻ്റം പോയി. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴൊന്നും നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ട്രേഡ് നമുക്കവിടെ ഒരു കൺഫർമേഷൻ ഇല്ല. പക്ഷെങ്കിൽ ഇവിടുന്ന് വീണതിന് ശേഷം ഞാൻ ഇവിടെ ഒരു സംഭവം വരച്ച് കാണിച്ചായിരുന്നു ഇല്ലേ. ഒരു പാറ്റേൺ ഞാൻ വരച്ച് കാണിച്ചായിരുന്നു. എന്താണ് ആ പാറ്റേൺ? ഇവിടെയാണോ വരച്ച് കാണിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്കൊന്ന് ഇവിടെയാണ് വരച്ച് കാണിച്ചെന്ന് തോന്നുന്നു. എങ്കിലും നമുക്കിവിടെ ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. പെൻസിൽ ഇല്ലാത്തതുകൊണ്ട് ചുവ വരയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വരച്ച് കാണിക്കാം. ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതല്ലേ, ഇത് ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോളാണ്. അപ്പോൾ അത്രയും തന്നെ താഴോട്ട് വന്നു ഇല്ലേ. പിന്നെയും ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഒരു ഫ്ലാഗ് ആൻഡ് പോൾ വന്നു. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണിയാണ്. ഓക്കെ, ഇനി ഇവിടെ കാണിച്ച് കാണിക്കാം. വീണ്ടും അവിടെ ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ വന്നിട്ട് നേരെ
താഴോട്ട് വന്നു അല്ലേ. അപ്പോൾ ഞാൻ ഈ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട് വാച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ജസ്റ്റ് സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാണിച്ചു തന്നത്, അല്ലാതെ ട്രേഡ് എടുക്കാൻ വേണ്ടിയല്ല. നമ്മൾ പഠിക്കണം. അപ്പോൾ നാളെ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ച് കാണിച്ചായിരുന്നു. പിന്നെ ഇപ്പം പെൻസിലില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കാണിച്ചു. ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാനെന്ന് ഞാൻ പറയുന്നത്. കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ഫസ്റ്റ് ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു വിട്ടു. പക്ഷേ നിങ്ങൾ പലരും മുകളിലോട്ട് ട്രേഡ് എടുത്തു, നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടി, നിങ്ങൾ അത് സന്തോഷം. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രേഡ് പാളിപ്പോയി. എൻ്റെ ട്രേഡ് പാളിപ്പോയെങ്കിലും അവസാന നിമിഷം ഞാനത് തിരിച്ചു പിടിച്ചു. അത് വേറൊരു സത്യം, അത് പോട്ടെ. അപ്പം അതിപ്പോൾ എൻ്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമില്ലല്ലോ. ഓക്കെ, പക്ഷേങ്കിൽ നമുക്ക് മാർക്കറ്റ് തിരിച്ചൊരു ഡൗൺ സൈഡ് തന്നായിരുന്നു. അപ്പോൾ ആ തന്ന ഓപ്പർച്യൂണിറ്റി എത്ര പേര് ഉപയോഗിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഞാൻ 2 ട്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതൊരു ട്രേഡ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു പോളിസി. അങ്ങനെ നമ്മൾ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭാവിയിൽ ഒത്തിരി ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ഇതിനകത്തൊരു ഇത് കണ്ടത് എന്തുവാ, ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോളാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഇവിടെ ഒരു സംഭവം വന്നു ഇല്ലേ, അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. വീണ്ടും ഇവിടെ ഒരു സംഭവം ഉണ്ടായി, വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്ത്. എവിടെയാണ് ക്ലോസ് ചെയ്തത്? നമ്മുടെ ഇന്നലത്തെ ലോ എവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, അവിടെ തന്നെയാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അതൊരു ആശ്വാസ വാർത്ത എന്ന് തന്നെ വേണം പറയാം. ഓക്കെ, ഇന്നലെ ക്ലോസ് ചെയ്ത അതേ പോയിന്റ് തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം ഇനി നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം പോട്ടെ, നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ലേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ധൃതിയിലാണ്, എനിക്കിപ്പോൾ പോകേണ്ട സമയമായി. എങ്കിലും നമ്മൾ പ്രീ മാർക്കറ്റ് മുടക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കത് നിർബന്ധമുള്ളൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, നമുക്ക് എത്ര പ്രതിസന്ധിയോ പ്രതിബന്ധങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റ കാര്യം ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഈ മുള്ളെ നിന്നിട്ട് ഞാൻ ഇത് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എപ്പോഴിത് ലോഡ് ആയി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഓൺ ദ വേ ആയിരിക്കും ഇത് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നാളെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോലെ കാണുന്നുണ്ട്. ഞാൻ ഇവിടെ നോക്കി ഈ ഒരു സംഭവം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാലോ. ഓക്കെ, ഇങ്ങനെ ഇവിടെ കിടന്നോട്ടെ കേട്ടോ, ചുമ്മാതെ അതുപോലെ അങ്ങനെ കിടന്നോട്ടെ. ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു കൺഫർമേഷന് വേണ്ടി നമുക്ക് അതവിടെ അങ്ങനെ കിടന്നോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത് അതേ പോയിന്റിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് രണ്ടും കളഞ്ഞേക്കാം. അപ്പോൾ നമുക്കിനി ഒരു പോയിൻ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങനെ കറക്റ്റ് ചെയ്താലോ, ഒരു കാര്യമില്ല. ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അവിടെ മാറ്റങ്ങളൊന്നുമില്ല, ഇതും മാറ്റങ്ങളൊന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. നമ്മുടെ പോയിൻറ്റ്സിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇപ്പം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വെക്കാം, ഈ പോയിൻ്റ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഞാൻ കാണിക്കുന്ന വിരോധാഭാസം പോലെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, പക്ഷെ നിങ്ങൾ പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഫസ്റ്റ് ടാർജറ്റ് ഇത്, സെക്കൻഡ് ടാർജറ്റ് ഇവിടുന്ന് മേലോട്ട്, അല്ല ഇവിടെ തന്നെ കിടപ്പുണ്ട്, മൂന്നാമത്തേത് ഇങ്ങോട്ട്. ഓക്കെ, ഇനി അപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നമുക്ക് ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാം. ഇത് താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ. ഓക്കെ, പിന്നെ നാളെ രാവിലെ ഞാൻ വിശദമായിട്ട് വേണമെങ്കിൽ ഞാൻ വോയിസ് ഇടാം. ഇന്നത്തെ വൈകുന്നേരം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് US മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം പറ്റുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വോയിസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ നാളത്തേക്കുള്ള അവസ്ഥകൾ ഇതാണ്. ഓക്കെ, സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഇതിനകത്ത് മാർക്കറ്റ് നിലവിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത്. പക്ഷേ നാളെ ഒരു GST കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് GST അഡ്വാൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് വരും. അത് മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് കാണും. പക്ഷേ എത്രത്തോളം സക്സസ് ആകും എന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും നാളെ വഴിയെ നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ ലെവലുകൾ മാർക്ക് ചെയ്ത് വെക്കുക. വളരെ ഷോർട്ട് ചെയ്താണ് ഞാൻ പറയുന്നത്, കാരണം തിരക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവരും നിങ്ങളുടെ ഇന്നത്തെ അനുഭവം ലൈക്കും കമൻറ്റും ചെയ്ത് എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.